മുമ്പോട്ട് പോകാമെന്ന് നമുക്ക് വേണ്ടി സംസാരിച്ചു. കർത്താവായ യേശു ക്രിസ്തു interceding for us. He is the only mediator, the high priest for us. അഞ്ചാമതായി അവൻ നമ്മളെ ഉയർത്തി. അതാണ് നിലയിൽ. എങ്ങനെ? ഇത് പോരായോ? ഇത് പരാജയത്തിലായില്ലേ? എന്തിന് യേശുവിന്റെ പുറകെ നടക്കുന്നു? എന്തിന് നമ്മൾ ഈ ആരാധനയ്ക്ക് പോകുന്നു? എന്തിന് ഈ ഉപദേശങ്ങൾ ഗ്രഹിക്കാൻ പോകുന്നു? എന്തിന് നമ്മൾ സഭയെ സപ്പോർട്ട് ചെയ്യുന്നു? എന്തിന് ദൈവദാസനെ മാനിക്കുന്നു, ദൈവദാസനെ മാനിക്കുന്നു? പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ ചിലപ്പോൾ വരാറുണ്ട്. ഈ രാത്രി മറന്നുപോയി പല ദിവസം ഈ ദിവസം മറന്നു പോകരുത്. അവൻ നമ്മുടെ ലോയസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് ദൈവം നമ്മളെ ഉയർത്തി, ഏറ്റവും താണ നിലയിൽ നിന്നും ഉയർത്തി, നമ്മളെ താണ നിലയിൽ നിന്ന് നമ്മളെ ഉയർത്തിയെടുത്തു. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ when I was heading for her over the years, 50 years ago, 50 വർഷത്തിന് മുമ്പ് ഞാൻ തനിയെ ഈ നാട്ടിലേക്ക് വരുന്നു. അന്ന് വാസത്തില് എനിക്കൊരു ചുക്കും അറിയില്ല. ഒരു ചെറിയ ചെറുപ്പക്കാരനായിട്ട് ഈ നാട്ടിലേക്ക് വന്നു. പഠിച്ചാണ് വന്നത്. ഇംഗ്ലീഷുകാരുടെ ഇടയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ആ വലിയൊരു പ്രയാസമുള്ള സമയമായിരുന്നു. എന്നാൽ എനിക്കതൊരു പ്രയാസമായിട്ട് വന്നില്ല. കാരണം യേശുവായിട്ടാണ് ഞാൻ ഈ രാജ്യത്തേക്ക് വന്നത്. യേശു നല്ലവനെ വിളിച്ചറിയുന്നവർക്ക് അത് നല്ല ബോധ്യമാണ്. യേശു നല്ലവൻ. ഈ നമുക്ക് നോക്കാം, ഉയർത്തി ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നും എന്നെയും നിങ്ങളെയും അവൻ ഈ നിലയിൽ എത്തിച്ചു, നമ്മളെ ഉയർത്തിയെടുത്തു. He lifted us, He loved us, and He forgiven us. നമ്മളെ ക്ഷമിച്ചു. സ്തോത്രം. ഏഴാമത്തെ പോയിന്റ് അത് നോക്കണം. ഇതാണ് അതിന്റെ കാര്യം. This woman who was caught in the act of adultery, she had no attorney. She had no lawyer. There was no defense on her case. There were no character reference there. Who assumed her case? നസറേയനായ യേശു ക്രിസ്തു. He became her attorney. He became her lawyer. He became her advocate. എങ്ങനെയാണെന്നറിയാമോ? He assumed her case. He ഏറ്റെടുത്തു without cost. അവൾക്ക് ഒരു നായ പൈസ പോലും ചെലവാക്കേണ്ടി വന്നില്ല. ആണ് അവളെ സ്റ്റോറി പഠിപ്പിക്കുന്നത്. ഇവനായി നമുക്ക് വേണ്ടി യേശു, He's our advocate. He's our lawyer. He's our attorney. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് വെറുതെയാണ്. To lift us up. കർത്താവിന്റെ സ്നേഹം, നമ്മുടെ പിതാവാം ദൈവത്തിന്റെ സ്നേഹം തെളിവാക്കി തരുവാൻ ഈ ലോകത്തിലേക്ക് വന്നു. തന്നെയുമല്ല, നമ്മുടെ പാപമോചനത്തിനായും നമ്മുടെ രക്ഷയുടെ അനുഭവത്തിനായി കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. സ്തോത്രം. He lifted us, He loved us, and He forgave us. വാക്യത്തിലേക്ക് ലാസ്റ്റ് പോയ 11ാം വാക്യത്തിലെ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഈ ബൈബിളാണല്ലോ ഇത്, the gospel of Jesus, the good news. Give a second chance in life. വേറെ ഒരു റിലീജിയനും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാറ്. എന്നാൽ ഈ ബൈബിൾ പറയുന്നു ഗോസ്പൽ ഓഫ് സെക്കൻഡ് ചാൻസ്. അതാണ് മറ്റൊരു കാര്യം നാം പഠിക്കേണ്ടത്. യെസ്, നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ള മുമ്പിൽ ചിലപ്പോൾ ഏറ്റവും വലിയ കഠിനമായ ഒരു പാപമായി തോന്നുകയാണ്.
കർത്താവായ യേശുക്രിസ്തു he came in this way. ആ കാൽവരിയിലെ ക്രൂശിലെ മരണത്താൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമ്മുടെ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ജയമെടുത്തു. ഇതിനെ ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി വായിക്കാനിടയായി. നിങ്ങൾ ചിലപ്പോൾ ഏബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഏബ്രഹാം ഫോർമർ പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, a wonderful president ever lived on this earth. Abraham Lincoln was witnessed a plantation owner bidding for a slave girl. ഒരു സ്ലേവ് ഗേളിനെ വാങ്ങിക്കാനായിട്ട് ഒരു ധനവാനായ മനുഷ്യൻ ബിഡ് ചെയ്യും. ഇത് ആരും കണ്ടുപിടിക്കുക, ഏബ്രഹാം ലിങ്കൺ കണ്ടുപിടിക്കുക. ഏബ്രഹാം ലിങ്കൺ എന്ത് ചെയ്യുന്നറിയാമോ? ആ സ്ത്രീയെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. കാരണം ഏബ്രഹാം ലിങ്കൺ knew he will abuse her, he will ill-treat her, അവളെ നശിപ്പിച്ചു കളയും. ഇതിൽ ഏബ്രഹാം ലിങ്കൺ എന്ത് ചെയ്യുന്നറിയാമോ? He paid the price in full to set her free. അവൾക്ക് ഫ്രീഡം കിട്ടുവാൻ തക്കവതിനു വേണ്ടി ഏബ്രഹാം പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതെല്ലാ കോസ്റ്റും മീറ്റ് ചെയ്ത് അവളെ സെറ്റ് her ഫ്രീ. എന്നിട്ട് പ്രസിഡന്റ് ലിങ്കൺ ചോദിക്കുകയാണ് ഈ സ്ലേവുകളോട് ചോദിച്ചൊരു ചോദ്യം. അല്ല, ആ സ്ലേവ് ഗേൾ പ്രസിഡന്റ് ലിങ്കനോട് ചോദിച്ചു, does this mean I can say what I want to say? എനിക്ക് എന്ത് വേണമെങ്കിലും പറയാമോ? ലിങ്കൻ പറഞ്ഞു, yes you can. പിന്നെ അവൾ ചോദിച്ചു, does this mean I can go anywhere I want? Lincoln responded by saying, yes, you are free. A slave girl കേട്ടപ്പോൾ she started crying, flooding tears into her eyes. She said, sir, then I will come with you. Then I will come with you. She was lifted. She was loved. She was forgiven. What a grace. What a grace. This is grace of God. ഇത്രയും സമയം ദൈവദാസനെ വിളിച്ചതിനായി ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു.